ആൾക്കാരെ വെച്ച് അങ്ങനെ ഒരു പുതിയ ആൾക്കാരെ വെച്ചിട്ടുള്ള സിനിമയൊന്നും മലയാളത്തിൽ ഉണ്ടാകുന്നതായിട്ട് എനിക്കറിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യം പുതുമുഖങ്ങൾ എന്ന് പറയുന്നവർ തന്നെ 20 പടങ്ങൾ ചെയ്തിട്ടുള്ള പുതുമുഖങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് എല്ലാ രീതിയിലുള്ള ആക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അത് എൻ്റെ അടുത്ത സിനിമ ഇതിലുള്ളത് ശ്രീ മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഒരു വിശ്വാസത്തിലൊരു അദ്ദേഹം ചെയ്യുന്ന റോള് നമ്മൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് അതൊരു എൻ്റെ കഴിഞ്ഞ സിനിമയിലോ അല്ലെങ്കിൽ ഒരു തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു സിനിമയുടെ കാലയളവിൽ അവർ എല്ലാ രീതിയിലുള്ള റോളുകളും വളരെ പണ്ട് തുടങ്ങിയ ചെയ്തിട്ടുള്ള ആക്ടേഴ്സുമാണ്. അപ്പോൾ എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പല രീതിയിലുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമയെ നമ്മുടെ ഒരു സിനിമയോ അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലോ ഏറ്റവും യോജിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഏറ്റവും വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിനെയും സ്റ്റാർസിനെയും വെച്ചിട്ട് തന്നെയാണ് ഞാൻ സിനിമകൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാവരെയും കൂടെ മാറ്റി നിർത്തിയിട്ട് പുതിയ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സിനിമ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇനി പുതിയ ആൾക്കാരെ വെച്ച് മാത്രമേ സിനിമ ചെയ്യുകയുള്ളൂ എന്നൊന്നുമുള്ള രീതിയിലുള്ള എനിക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. എനിക്ക് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിൽ വിശ്വാസമില്ല. ഞാൻ ചെയ്തുകൊണ്ട് പോകുന്ന സിനിമകളിൽ എനിക്ക് അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ വെച്ചപ്പോൾ ചിലപ്പോൾ ഒരു സിനിമയിൽ ചിലപ്പോൾ നമുക്ക് ആ സിനിമയുടെ ഒരു ഐഡിയ വെച്ചിട്ട് ചിലപ്പോൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാകും എന്ന് തോന്നുന്ന ഒരു ഐഡിയ ഉണ്ടായിരിക്കും. പക്ഷെ ചിലപ്പോൾ മറ്റൊരു സിനിമയിൽ നമുക്കിപ്പോൾ മമ്മൂക്ക ചെയ്താൽ മാത്രമേ നന്നാവുള്ളൂ എന്ന് തോന്നുന്ന അതിൽ ചിലപ്പോൾ അദ്ദേഹം എന്ന ആക്ടറും ചിലപ്പം ആവശ്യമായിരിക്കും, അദ്ദേഹം എന്നുള്ള സ്റ്റാറും ആവശ്യമായിരിക്കും. ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരേ സമയം തന്നെ അദ്ദേഹം എന്നുള്ള ആക്ടറിനെയും മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടറിനെയും മമ്മൂട്ടി എന്ന് പറയുന്ന സ്റ്റാറിനെയും യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്.